ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. രതീഷ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ രതീഷ് കുമാർ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് 3 സെൻറ്റിൽ നിർമ്മിക്കാവുന്ന 2 ബെഡ്റൂമുള്ള ഒരു ചെറിയ വീടിൻ്റെ പ്ലാനും അതിൻ്റെ ഫുൾ 3Dയും കുറിച്ചാണ്. ഈ വീടിന് 2 ബെഡ്റൂമുകളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. 2 ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. കൂടാതെ പുറത്ത് നിന്ന് കയറാവുന്ന രീതിയിലുള്ള സ്റ്റെയർ കേസാണ് നമ്മൾ ഈ വീടിന് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വീട് തന്നെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ വീടിന്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് വരുന്നത് 697 സ്ക്വയർ ഫീറ്റ് ആണ്. ഏകദേശം ഒരു 13 ലക്ഷത്തിനൊക്കെ ഈ വീടിന്റെ പണി നമുക്ക് പൂർത്തിയാക്കാവുന്നതാണ്. ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. കൂടാതെ ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ കൂടി ചെയ്യുക. കൂടാതെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് എലോ ഓൾ എന്നുള്ള ഓപ്ഷൻ എലോ ചെയ്താൽ ഞാൻ ഓരോ പുതിയ വീഡിയോസും ഞായറാഴ്ചകളിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയുടെ ഡീറ്റെയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് വ്യൂ. ഒറ്റ ഫ്ലോർ മാത്രമേ ഉള്ളൂ എങ്കിലും നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു 2 ഫ്ലോറുള്ള പോലുള്ള ഒരു ലുക്ക് നമുക്ക് ഈ ഒരു എലവേഷന് ലഭിക്കുന്നതാണ്. ഒരു ചെറിയ ബഡ്ജറ്റിൽ നിർമ്മിക്കാവുന്ന ഒരു ഡിസൈൻ തന്നെയാണ് ഇത്. ഈ വീടിന്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് നമ്മൾ പറഞ്ഞു 697 സ്ക്വയർ ഫീറ്റ് ആണ്. 2 ബെഡ്റൂമാണുള്ളത്. ഇവിടെ ആയിട്ടാണ് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ കേസ്, അതായത് പുറത്ത് നിന്ന് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് സൈഡിൽ സിറ്റ് ഔട്ടിൽ ഇരിക്കാനുള്ള ഒരു സ്പേസ് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ നിന്നും നേരെ കയറി എത്തുന്നത് ഒരു ലിവിംഗ് ഏരിയയിലേക്ക് തന്നെയാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ തന്നെയാണ്. ഞാൻ ചെയർ മാത്രമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഒരു കോർണർ സോഫയൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മളെ കിച്ചൺ. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളൊരു ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. 4 ആൾക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയ ഇവിടെ കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ വാഷിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെയാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഈ വീടിന്റെ ഫസ്റ്റ് ബെഡ്റൂം. അധികം വലിയ ബെഡ്റൂം ഒന്നും അല്ലെങ്കിലും അത്യാവശ്യം നമുക്ക് സ്പേസ് ഉള്ള ഒരു ബെഡ്റൂം തന്നെയാണിത്. ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഈ വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്.
ഈ ബെഡ്റൂമിനും നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ആ ബാത്റൂം തന്നെയാണ് ഇവിടെയായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് നമ്മൾ കിച്ചൺ കൊടുത്തിട്ടുള്ളത്. കിച്ചണിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ഡോർ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഞാൻ പറഞ്ഞ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് മുകളിലേക്ക് കയറേണ്ട സ്റ്റെയർ കേസ് നമ്മൾ പുറത്ത് നിന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീടിന്റെ ഫുൾ 3D നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി ഈ വീടിന്റെ ഹാഫ് 3D ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിന്റെ ഹാഫ് 3D. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട എത്രത്തോളം സ്പേസ് നമുക്ക് അവൈലബിൾ ആണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഹാഫ് 3D നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി ഈ വീടിന്റെ പ്ലാൻ ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഈ വീടിന്റെ പ്ലാൻ. ഇവിടെയായിട്ടാണ് നമ്മൾ സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ നിന്നും നേരെ കയറിയെത്തുന്ന ഈ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് നമ്മൾ ഒരു ലിവിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ലിവിംഗ് ഏരിയയിൽ നിന്നും നേരെ ഈ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയായിട്ടാണ് ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് നമ്മൾ കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ടേബിൾ ഇവിടെ കൊടുത്തുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളൊരു വാഷ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെയാണ് നമ്മൾ വാഷിംഗ് മെഷീൻ വെക്കാൻ സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിന്നും നേരെ ഈ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ രണ്ടാമത്തെ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ്. ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ ഒരു ഭാഗത്തായിട്ടും നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ കിച്ചണിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ടെറസിലേക്ക് കയറാനുള്ള സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അപ്പോൾ ഈ വീടിന്റെ ഈ ഭാഗത്ത് നിന്നും ഈ ഭാഗത്തേക്കുള്ള സ്പേസ് 790 സെന്റിമീറ്റർ ആണ്. ഇവിടെ നിന്നും ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സ്പേസ് 870 സെന്റിമീറ്റർ ആണ്. ഈ വീടിന്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് വരുന്നത് 697 സ്ക്വയർ ഫീറ്റ് ആണ്. അത്യാവശ്യം ഒരു 3 സെന്റ് പ്ലോട്ട് ഉണ്ടെങ്കിൽ ഈ വീട് നമുക്ക് നിർമ്മിക്കാവുന്നതാണ്. ഒരു 10 മീറ്റർ വീതിയും 12-13 മീറ്റർ നീളമുള്ള ഒരു പ്ലോട്ടിൽ നമുക്ക് ഈ പ്ലാൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീടിന്റെ പ്ലാനും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. കൂടാതെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് എലോ ഓൾ എന്നുള്ള ഓപ്ഷൻ എലോ ചെയ്താൽ ഞാൻ ഓരോ പുതിയ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.